السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. وعن عائشة قالت قال النبي صلى الله عليه وسلم يعجبه التيمن في تنعله وترجله وطهوره وفي شأنه كله. ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുദ്ധീകരണത്തിലും മുടി ചീകുന്നതിലും ചെരുപ്പ് ധരിക്കുന്നതിലുമെല്ലാം വലതിനെ മുന്തിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. വലതിനെ മുന്തിക്കുക എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് എല്ലാ മേഖലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയായിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ വലതിനെ മുന്തിച്ച് കാണിക്കുന്ന മാതൃകകൾ മിക്കയിടങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചും വലതിനെ മുന്തിക്കുന്നതിൽ കാണിച്ചിട്ടുള്ള ഒരു പുണ്യകരമായിട്ടുള്ള അതിന് കൊടുത്തിട്ടുള്ള ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പല മേഖലയിലും ഭക്ഷണം കഴിക്കുന്ന സാഹചര്യത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഇദാ അകല അഹദുക്കും ഫല്യഅകുൽ ബിയമീനിഹി വഇദാ ശരിബ ഫല്യശ്റബ് ബിയമീനിഹി ഫഇന്ന അശ്ശൈത്വാന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അവർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഒരാൾ ഭക്ഷിക്കുകയാണെങ്കിൽ തൻ്റെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കുകയും കുടിക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് കുടിക്കുകയും ചെയ്യട്ടെ. നിശ്ചയമായിട്ടും ശൈത്താനാണ് തൻ്റെ ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കുകയും ഇടത് കൈ കൊണ്ട് കുടിക്കുകയും ചെയ്യുന്നതെന്ന്. അപ്പോൾ ചില വിഷയങ്ങൾ വലതിനെ മുന്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചിലത് കുറച്ച് നിർബന്ധ സ്വരത്തിലുള്ളതുണ്ടാകും, ചിലത് ചില ഐച്ഛിക തരത്തിലുള്ള സ്വരത്തിലുള്ളതുണ്ടാകും. ഈ ഒരു ഹദീസിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കുന്നതും വെള്ളം പോലുള്ള കാര്യങ്ങൾ കുടിക്കുന്നതും രണ്ടും വലത് കൈ കൊണ്ട് ആകണമെന്നുള്ളത് ഏറെ ഗൗരവത്തോടു കൂടിയിട്ട് പഠിപ്പിക്കുന്നതാണ് കാണാൻ സാധിക്കുക. പലപ്പോഴും പലരും വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുമെങ്കിൽ കൂടി ഇടത് കൈ കൊണ്ട് കുടിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അൻ സലമത്ത് ബിനു അക്വ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയാണ്, അന്ന റജുലൻ അകല ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശിമാലിഹി ഫഖാല കുൽ ബിയമീനിക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ സമീപത്ത് നിന്ന് ഒരാൾ ഇടത് കൈ കൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് നിർദ്ദേശിച്ചു, നിൻ്റെ വലത് കൈ കൊണ്ട് നീ തിന്ന്. അപ്പോൾ അയാൾ പറയാണ്, ഖാല ലാ അസ്തതീഉ ഖാല ലസ്തതഅത. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കതിന് കഴിയൂല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ നിനക്കൊരിക്കലും അത് കഴിയാതിരിക്കട്ടെ, മാ മനഅഹു ഇല്ലൽ കിബ്ർ. അദ്ദേഹത്തെ ആ വലത് കൈ കൊണ്ട് കഴിക്കുക എന്നുള്ളത് തടയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ അഹങ്കാരം മാത്രമാണ്. എന്നിട്ട് ഖാല ഫമാ റഫഅഹ ഇലാ ഫീഹി, പിന്നീട് ഒരിക്കലും തന്നെ അയാൾ വലത് കൈ കൊണ്ട് വായിലേക്ക് ഉയർത്തുന്നത് അവന് സാധിച്ചിട്ടില്ല എന്ന് ഇതിൻ്റെ റാവി റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ ചെരുപ്പ് ധരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും ഇദൻ ജഅല അഹദുക്കും ഫല്യബ്ദ ബിൽയമീൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലതുകാലിൽ ധരിക്കുക. ഊരുകയാണ് എന്നുണ്ടെങ്കിലും ആദ്യം നിങ്ങൾ ഇടതുകാൽ ഊരുക, ആദ്യത്തേതും അവസാനത്തേതും വലത് ആകുക എന്നുള്ളത്. അതേപോലെ തന്നെ സൊഫിൽ വലതുഭാഗം ഇരിക്കുന്നിടത്ത് ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലാ മയാമിനിസ് സുഫൂഫ്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു സൊഫുകളിൽ വലതു ഭാഗത്തുള്ളവരുടെ മേൽ അനുഗ്രഹം ചൊരിയുന്നു, മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. വലതുഭാഗത്തിന് ആ മേഖലയിലും പ്രാധാന്യം നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ ദിക്ർ ചൊല്ലുമ്പോൾ വലത് കൈ കൊണ്ട് എണ്ണം പിടിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ കിടക്കുമ്പോൾ വലതുഭാഗം ചേർന്ന് കിടക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ പ്രവാചകൻ തന്നെ കിടത്തത്തിൽ തന്നെ അത് തന്നെ വലത് കൈക്ക് മുകളിൽ തൻ്റെ വലത് കവിള് വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നു എന്നുള്ളത്. അതുപോലെ മയ്യത്ത് കുളിപ്പിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ കൂടി വലത് ഭാഗം കൊണ്ട് തുടങ്ങുക എന്നുള്ളത്. അതുപോലെ ഭക്ഷണം വിളമ്പുമ്പോൾ ഒരിക്കലും വളരെ പ്രാധാന്യത്തോടെ നമുക്ക് കാണാൻ സാധിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തിയ ബിലബനിൻ ഖദ് ശീബ ബിമാ വഅൻ യമീനിഹി അഅറാബിയ്യുൻ വഅൻ ശിമാലിഹി അബൂബക്കർ.
അതായത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് പാല് കൊണ്ടുവരപ്പെട്ടു. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുഭാഗത്തുണ്ടായിരുന്നത് അറാബിയാണ്, ഒരു ഗ്രാമീണനായിട്ടുള്ള ഒരു അറബിയാണ്. ഇടതുഭാഗത്തുണ്ടായിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. എന്നിട്ട് ഫശരിബ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു. സുമ്മ അഅത അൽ അറാബി വഖാല അൽ ഐമനു അൽ ഐമൻ. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുടിച്ച ശേഷം നേരെ വലതുഭാഗത്തുണ്ടായിരുന്ന അറാബിക്ക് കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ പറയുകയും ചെയ്തു, വലതിനാണ് മുൻഗണന എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. ഏറ്റവും പ്രാധാന്യത്തോടു കൂടി അബൂബക്കർ റളിയല്ലാഹു തൊട്ടപ്പുറത്തുണ്ടായിട്ട് പോലും ആ നൽകുന്നിടത്ത് പോലും വലതുഭാഗത്തേക്ക് നൽകിക്കൊണ്ട് അതിന് പ്രാധാന്യം കൽപ്പിച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ വസ്ത്രം ധരിക്കുന്ന സാഹചര്യത്തിൽ വുളു ചെയ്യുമ്പോൾ ഒക്കെ വലതുകൊണ്ട് ആരംഭിക്കുക എന്നുള്ളത്. അതുപോലെ വലിയ അശുദ്ധിക്ക് വേണ്ടി കുളിക്കുമ്പോൾ തലയിൽ 3 കോരി വെള്ളം ഒഴിച്ച ശേഷം പിന്നീട് വലതുഭാഗത്തേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഏതേത് മേഖലയിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിൽ ഹദീസിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ചെരുപ്പ്, അതുപോലെ തന്നെ മുടി ചെയ്യുക, ഇങ്ങനെയുള്ള ഓരോ മേഖലയിലും വലതിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്തിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ആദരണീയരും അലങ്കൃതവുമായ കാര്യങ്ങളെല്ലാം തന്നെ വലതിനാൽ ആരംഭിക്കുക എന്നതും ഇതിന് വിപരീതമായവയിൽ ഇടതിനെ മുന്തിക്കുന്നതും മതത്തിൽ തുടർന്നു പോരുന്ന ഒരു പൊതുതത്വമാണ് എന്ന്. വലതിനെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഓരോ മേഖലയിലും ശ്രദ്ധിക്കുക. അതിന് ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയിട്ട് നിർബന്ധ സ്വരത്തോട് പറഞ്ഞ കാര്യങ്ങൾ അത് ആ നിർബന്ധ സ്വരത്തോടു കൂടി തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതല്ല ഒരു ഐച്ഛികമായി പഠിപ്പിച്ചതാണെങ്കിൽ കൂടി അതും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ അള്ളാഹു നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫീ കുല്ലി മകാൻ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.